ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കാശിക്കുട്ടൻ്റെ പിറന്നാളാണ്. കാശിയുടെ നാള് വരുന്നത് നവംബർ 22 സോറി, ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇന്നാണ് കേട്ടോ. എൻ്റെ നാളെന്ന് പറയണത് ചോദ്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നാളിൻ്റെ അന്നാണ് ആഘോഷിക്കാൻ പോണത്. അപ്പോൾ ചെക്കനിന്ന് 2 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 2 വയസ്സെന്ന് പറയുമ്പം പെട്ടെന്ന് പോയി അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം അവൻ 2 വയസ്സായത് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നു. എന്താ പറയുക, നമ്മൾ 3 മക്കളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം അവരുടെ ഓരോ വളർച്ചയും കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിട്ടാണ് വളർന്നത്. പാർക്കുട്ടി ആയിരുന്നപ്പോൾ അങ്ങനെയായിരുന്നില്ല. പാറൂസ് ഓരോ വയസ്സ് കൂടിപ്പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം അവളങ്ങനെ എനിക്ക് ഒറ്റയ്ക്കായിട്ട് നോക്കി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും കൂടെ നോക്കി വളർത്തിയെടുത്ത കുട്ടിയാണ്. അപ്പോൾ കാശി അങ്ങനെയല്ല, കാശി അമ്മമോനാണ്. അവനെല്ലാത്തിനും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുട്ടിയാണ്. അപ്പം എനിക്ക് അവൻ്റെ എല്ലാതും ഇങ്ങനെ 2 വയസ്സായത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. മേലെ എണീറ്റിട്ടുണ്ട് ഗൈസ്. മേലെ എണീറ്റതേ കരച്ചിലേക്കുണ്ട്. അവൻ എണീറ്റിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വേണം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു കരച്ചിലത്. കാശിക്കുട്ട എന്തോ എൻ്റെ ചിരിച്ചേ, പിറന്നാളായിരുന്നു, ഒന്ന് ചിരിച്ചേ. ചിരിച്ചൂലേ ഉണ്ണി? ചിരിച്ചൂലേ നമ്മുടെ ഉണ്ണി ചിരിച്ചപ്പോ? അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു കരച്ചിൽ ആൾക്ക് നിർബന്ധമാണ്. ഇങ്ങനെ കരയാന്നുള്ളത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പുറത്തൊക്കെ ഇറക്കി ഇങ്ങനെ നടത്തും. പറഞ്ഞു ക്ലാസ്സുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യില്ല, ഞാൻ എടുക്കില്ല അവനെ. എനിക്ക് അവനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോവില്ല, അങ്ങനെയാണേ. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡേ ആണ്. പക്ഷേ പാറുട്ടിന് ക്ലാസ് ഉണ്ട്, ആളെ കൊണ്ട് ലീവ് എടുപ്പിച്ചിരിക്കുക. എല്ലാ പ്രാവശ്യം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവൾ ക്ലാസ്സിലേക്ക് വിടും. അമ്പലത്തേക്കൊന്നും അവളെ കൊണ്ടുപോകാൻ പറ്റാറില്ല. ഇപ്രാവശ്യം വിചാരിച്ചു എന്തായാലും അവളിവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എക്സിബിഷൻ ഡേ ആണ് സ്കൂളിൽ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മുടെ അക്കോറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയത്. ഇപ്രാവശ്യം അവൾ ചെല്ലണം, അല്ലാണ്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനൊരു സംഭവമില്ല. പിന്നെ വേറെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരു സംഭവം, എനിക്ക് ഇപ്പോൾ ഒരു അമ്പലത്തേക്ക് പോകാൻ പോവാണ്. എല്ലാവരും കൂടെ അമ്പലത്തേക്ക് പോകുന്നുണ്ട്. എനിക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ പീരീഡ്സ് ആയിരിക്കുന്നതുകൊണ്ട്. പീരീഡ്സ് ഒട്ടും ക്ലിയർ ആയിട്ടില്ല, എനിക്കിന്ന് 4 ആവുന്നുള്ളൂ. അപ്പം കുളിപ്പിക്കലും കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ പിടിക്കാനൊന്നും തൊടാനൊന്നും പറ്റില്ല. കുളിപ്പിക്കലൊക്കെ ഇന്ന് അച്ഛൻ്റെ പണിയാണ്, അല്ലെങ്കിൽ മേമയുടെ പണിയാണ്. മേമേനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഞാൻ ഇവനെടുത്തൊന്ന് സെറ്റാക്കി എന്തെങ്കിലും കൊടുക്കണം. അതിനുശേഷം കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കണ്ണാ ഹായ് പറയടാ. ശരി. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇവരെല്ലാവരും പോട്ടെ, അമ്പലത്തേക്കൊക്കെ പോട്ടെ. കാശിക്കുട്ടനെ അപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ ഇടയ്ക്ക് ഓടി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് സെക്ഷൻ ഓഫ് ആവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ഉണ്ണിയാളിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കമൻറ്റ് സെക്ഷൻ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാനിത് ആദ്യമേ പറഞ്ഞു വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ 2 പേര് റെഡി ആക്കിയിട്ടുണ്ട്. പാറുവിനെ നമ്മുടെ കീത്തുമാണ് റെഡി ആക്കണത് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്രതശുദ്ധിയോടൊക്കെ പോകണം. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6, നിങ്ങൾക്കറിയായിരിക്കും 6 ആയി. എന്നാലും നമ്മൾ 8 കഴിയാണ്ട് അമ്പലത്തിൽ ഞാൻ എൻ്റെ ശരീരം ശുദ്ധിയായിട്ടുണ്ട്. എന്നാലും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴങ്ങനെയല്ലേ പറയാം. പിന്നെ പാറു ഭയങ്കര വാശിയായിരുന്നു. പാറുന്ന് എന്താണെന്ന് എനിക്കറിയില്ല, രാവിലെ എണീറ്റോണ്ടാണോ എന്നറിയില്ല. പിന്നെ അവളൊന്ന് മാനേജ് ചെയ്യാനായിട്ടൊരു നാക്കുണ്ട്. അതെനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവളെല്ലാവരുടെ അടുത്തും നിന്നൊക്കെ കൊടുക്കണ്ട. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ശുണ്ടി എടുത്ത് നിൽക്കും, അതാണ് പ്രശ്നം.
അപ്പോൾ എന്നെ വീഡിയോയിൽ കാണിക്കണ്ടേ. ഇപ്പോൾ പാറുവിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഗൈസ്. എന്നോട് ചോദിക്കാം അമ്മ എന്തിനാ വീഡിയോ എടുക്കണേ, എന്നെ വീഡിയോയിൽ കാണിക്കണ്ട കേട്ടോ, എനിക്കിഷ്ടമല്ല വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര ചിലപ്പോൾ പാറുവിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ ആയിരിക്കും. ചില സമയത്ത് പറയും എന്നെ വീഡിയോ എടുക്കുക, നമുക്ക് റീൽ എടുക്കാം, നമുക്ക് യൂട്യൂബ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വരും. ഒരു അന്യൻ്റെ പോലെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കണിട്ട് എൻ്റെ വീഡിയോ എടുക്കണ്ട കേട്ടോ, ഞാൻ തിരിഞ്ഞ് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യുന്നത്. കാശിക്കുട്ടനപ്പം മുണ്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെയും മുണ്ട് ഉടുപ്പിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുണ്ടെടുക്കാൻ. അപ്പോൾ അയിനൂസ് നോക്കിക്കൊണ്ടിരിക്കണം, നിങ്ങൾ മുണ്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അല്ലൂസിന് നല്ല ഭംഗിയുണ്ടാവും, കറുത്ത ഷർട്ട് ഇട്ടുമ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ അല്ലൂട്ടനെ കാണാൻ വേണ്ടിയിട്ട്. അയിലൂട്ടന് കുറച്ച് ലൂസായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യണതായി കാണണം. അവിടെ നിർത്തണം അച്ഛാ, അവിടെ നിർത്തണം, അവിടെ ആ പൂക്കളുടെ അവിടെ. പൊന്നാമ്മക്ക് വരാൻ പറ്റാത്തുണ്ടണ്ടാ, കരയല്ലേ. അവനെ പിടിക്കണ്ട, അവനെ പിടിക്കരുത്, അവനെ പിടിക്കല്ലേ. അമ്മയുടെ പൊന്നുകാരെ കൊടുക്കണ്ടേ. ഗൈസ് ദേ അവര് ഇറങ്ങി അമ്പലത്തേക്ക്. പാറൂട്ട നല്ല കരച്ചിലാട്ടെ. പാറൂസ് എന്നെ കുറച്ചേരം നോക്കി നിൽക്കണുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ആൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ട്. ഞാൻ വരാത്തതിന് ഭയങ്കര കരച്ചിലായിട്ടാണ് പോയിട്ടുള്ളത്. ഇന്ന് പാറുൻ്റെ സ്കൂളിൽ എക്സിബിഷനാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ സാധനം ഉണ്ടാക്കി കൊടുത്തയച്ചത്. ഇപ്രാവശ്യം അതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവർക്ക് സബ്ജക്റ്റ് ഒരെണ്ണം സീസൺസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതല്ലാതെ ഞങ്ങൾ കണ്ടുപിടിച്ച് എല്ലാം സെറ്റാക്കി. അപ്പോഴാണ് പിറന്നാൾ വന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം പാറിനിങ്ങനെ സ്കൂളിലേക്ക് വിടാറുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് സ്റ്റില്ലും കൊണ്ട് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ കൊണ്ടുവരാമെന്ന്. പക്ഷെ അവിടെ എക്സിബിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി കൊണ്ടുപോയ കുട്ടി അവിടെ നിൽക്കണമല്ലോ. അപ്പോൾ എപ്പോഴാണ് കഴിയാമെന്നറിയില്ല. അപ്പോൾ പാറുട്ടനെ എന്താ പറയുക, ഇപ്പോൾ വാഹന പൂജയ്ക്കായാലും ബാക്കി കുറേ കാര്യങ്ങൾക്കായാലും ക്ലാസ് മിസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ വിടാറുണ്ട് അവളെ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇപ്പോൾ അമ്പലത്തേക്ക് പോകാണ്ട് എൻ്റെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അമ്പലത്തേക്ക് കൊണ്ടുപോകാനാണ് അവളെ ഞാൻ മെയിനായിട്ട് ലീവ് എടുപ്പിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി ഗൈസ്. ഞാനും മിനിച്ചേച്ചിയും മാത്രം. എനിക്ക് ഓർമ്മയും കൂടി ഇല്ല ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നത്. വേഗം പോയി കുളിക്കണം. കുളിച്ചിട്ട് അവരെത്തുമ്പോഴത്തേനും എന്താ പറയുക, കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ വേഗം ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തേക്കാണ് കേട്ടോ പോണത്, പണിക്കാട്ടിൽ. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ലേറ്റ് ആയതുകൊണ്ട് കൊടുങ്ങല്ലൂർ പോകാൻ പറ്റിയില്ല. പിന്നെ എപ്പോഴും നമ്മുടെ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ബഹളമായിരിക്കും കേട്ടോ. അവിടെ ഓടിക്കളിക്കാനൊക്കെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഫുൾ ഓട്ടവും ചാട്ടമൊക്കെ ആയിരിക്കും. കാശിക്കുട്ടൻ്റെ എല്ലാവരും ഷർട്ടൊക്കെ ഉരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ മുണ്ടെടുത്ത് നിൽക്കണതാണ്. ഇവനാണ് കൂട്ടത്തിൽ ഏറ്റവും ഇളയതെങ്കിലും പ്രവൃത്തി കൊണ്ടും എന്താ പറയുക, അവൻ്റെ ഒരു മൊത്തം ഇവനാണ് ചേട്ടൻ എന്നുള്ളൊരു ഭാവവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അച്ഛൻ കൊണ്ടുപോയി ഒന്ന് പ്രാർത്ഥിപ്പിച്ചു.
അയ്യോ ചോദിച്ചിരുന്നേ പാപ്പം കഴിച്ചോ. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇവർ കയറി കേട്ടോ. ഇവരിതേ കുറച്ച് പേരൊക്കെ പൊറോട്ടയും ബീഫോ പറഞ്ഞത്, പിന്നെ അച്ഛൻ മസാല ദോശ കണ്ട പറഞ്ഞത്. എന്താ പറയുക, നമ്മളെപ്പോഴും നമ്മുടെ ഈ ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല മസാല ദോശ കിട്ടുന്ന സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ഈ ഒരു കടയിൽ നല്ല പൊറോട്ട കിട്ടും. അപ്പോൾ അവരത് പൊറോട്ടയെ മേടിച്ചത്. പിന്നെ എനിക്ക് കൊണ്ടുവരാൻ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ബോറടിച്ച് മരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ കാറ് അവിടെയാണ് ഇട്ടിട്ടുള്ളത്, അപ്പുറത്തെക്കയിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും അവിടെ കാർ ഇട്ടുന്നുള്ളൂ. ഫ്രണ്ടിൽ റോഡിൻ്റെ കുറച്ച് പണി കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ അവർ വേഗം നമ്മളുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അവിടെ കൊണ്ടിട്ടാ വണ്ടി കാശി കാശിക്കുട്ടാ ചിത്തിരത്താമര കുഞ്ഞി നിന്റെ കുട്ടിക്കൂറുമ്പെരി എനിക്ക് വേണ്ടി മസാല ദോശ. സുന്ദരി സുന്ദരി വിഷമൊക്കെ ഇപ്പൊ മാറിയെടുത്തോ. വീഡിയോ കൊടുത്താ എന്തുണ്ട് പുളി മിഠായിയാ? അമ്മയ്ക്ക് എന്തിട്ട് മേടിച്ചിട്ടുണ്ടേ? മസാല ദോശ. കാശ് പിറന്നാളുകാരാ. കീത്തു എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അക്സെപ്റ്റ് ചെയ്തോ? നീ സാധനം ഇട്ടിട്ടുണ്ട്, അക്സെപ്റ്റ്. ചേട്ടൻ എനിക്ക് നല്ല ഇഷ്ടമായി. ചേട്ടൻ ഗൈസ്, അപ്പോൾ എനിക്ക് മസാല ദോശ മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അയ്യോ ഭയങ്കര ബോറടിയായിരുന്നു. അതെ, ബോറടി മീൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട്. പിള്ളേരുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, നമുക്ക് ഭയങ്കര ബോറടിയാണ്. ഇത് ഞാൻ എന്തൊരു ചെയ്യാ, വീട്ടിലൊക്കെ പണ്ട് വെറുതെ വിശക്കോലെ തിന്നാറുണ്ട്. ഇവിടെ ഫ്രിഡ്ജിൽ മാത്രം നമുക്ക് അങ്ങനെയായിരുന്നു. കാശിക്കുട്ടാ അവിടെ മറ്റേ ആ സാധനത്തുമ്മ കേറി മറ്റേ കൽവിളക്കില്ലേ എന്നിട്ട് ഗൈസ്. അപ്പൊ നമ്മള് സദ്യക്കുള്ളത് എടുക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മളിവിടെ അടുത്തുള്ള പാചകക്കാരൻ ചേട്ടൻ, അന്ന് നമ്മൾ അമ്പലത്തിൽ നിന്നിട്ട് ചേട്ടൻ്റെ അടുത്തല്ലേ പറഞ്ഞത്, നമ്മള് അന്ന് നമ്മുടെ വിളക്കിൻ്റെ അന്നത്തെ നമ്മുടെ പാചകപ്പുരയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പാചകം ചെയ്യുന്ന ചേട്ടൻ. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും നല്ലൊരു ഷെഫാണ് ആള്. അതായത് സദ്യയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കാശിയിലെ പിറന്നാളിന് ഫുഡ് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് ഏൽപ്പിച്ചത്. ഇച്ചിരി ഫെയിം ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്, പേര് ഞാൻ പറയുന്നില്ല. അവിടെയാണ് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കാട്ട ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ചോറ് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല. കറികളൊന്നും ഒരു രുചിയില്ലാത്ത കറികളായിരുന്നു. പായസമൊക്കെ നമ്മൾ പാലടയായിരുന്നു കേട്ടോ, പിന്നെ ഇച്ചിരി കൂടെ ബെറ്റർ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ കറികളും ഫ്ലോപ്പായിരുന്നു. സദ്യ അത്രയും ഇഷ്ടപ്പെട്ട ഞങ്ങള് എല്ലാ കറിയും ബാക്കിയായിട്ട് ഞങ്ങൾ ഒരു കറി പോലും അതിന് എടുത്തു വെച്ചില്ല. കാരണം നമ്മൾ സാധാരണ പൈസക്ക് നമ്മള് വാങ്ങിച്ചു കഴിഞ്ഞാൽ കറിയൊക്കെ എടുത്ത് വെച്ച് ക്ലീൻ ആക്കിയിട്ടല്ലേ കൊടുക്കുക. പക്ഷെ അതൊന്നും ഞങ്ങൾ എടുത്തില്ല. സദ്യയിൽ എടുത്തൊക്കെ കഴിക്കാൻ പറ്റില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് തിരിച്ചതേ അച്ചാറടക്കാം. അച്ചാറൊന്നും ഞാൻ കൊടുക്കൊന്നുമില്ല, ഞാനൊക്കെ എടുത്തു വെക്കും വീട്ടില്, അങ്ങനെ തന്നെ കൊണ്ടു കൊടുക്കും. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു നമ്മള് പുറത്തുനിന്ന് രാമേട്ടനോട് പറയാന്ന് വിചാരിച്ചിട്ട് ആളെടുത്താണ് 10 പേർക്കുള്ള ഊണുള്ളൂ. അന്ന് ഫ്രീ അല്ലായിരുന്നു അല്ലേ? അന്നാള് വലിയ വർക്കുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സദ്യക്ക് കുറച്ചധികം പേരുണ്ടായി, പാറിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആരുമില്ല, നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. ഞങ്ങള് 10 പേര്, അത്ര ആൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞാവനെ കണ്ടില്ലല്ലോ. അപ്പം എന്താ പറയാ, എത്തിയിട്ടുണ്ട് അവൻ. അപ്പൊ ആ കുഞ്ഞാവുണ്ടാവും ഉച്ചയ്ക്ക്, അല്ലാണ്ട് വേറൊരാളും ഇല്ല. രാത്രിയാണ് പിന്നെ നമ്മള് അയൽവക്കത്തുനിന്ന് പിള്ളേര് നമ്മുടെ അച്ഛനമ്മൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഗൈസ് നമ്മള് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിട്ട് വരാം കേട്ടോ.
ഞങ്ങളവിടേക്ക് ചെന്നപ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ ഇതേ സെറ്റാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ എനിക്ക് ഇവരുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള എന്താ പറയുക ഭയങ്കര ഫെയിം ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ദേശവിളക്കിൻ്റെ ടീം ഞങ്ങൾ നേരിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവർ ഹെൽപ്പ് ചെയ്യാണ് നമ്മളെ കാറിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛനൊക്കെ ആണെങ്കിലും ഒരുപാട് നാളായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഏട്ടനൊക്കെ ആണെങ്കിലും ഇവിടെ കളിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ പറ്റിയിട്ടൊക്കെയാലും നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഫുഡൊക്കെ എടുത്ത് ഇവിടെയാണല്ലോ പാചകം ചെയ്യ ഫുഡ്. ഇവര് 3 പേര് ഒരുമിച്ചാണോ ചെയ്യാ? രാമേട്ടനെ കണ്ടില്ല കേട്ടോ ഇവിടെ. രാമേട്ടന്റെ അനിയനാ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് നല്ല ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാട്ടോ. നല്ല സദ്യയൊക്കെയാണ്. എനിക്ക് ഏട്ടനൊക്കെ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. നിഖിലും ഗീത്തനും അമ്മയ്ക്കും അത്ര പിടുത്തില്ല. പക്ഷെ എനിക്ക് ഏട്ടനും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 3 പേരും ഓരോ ടേസ്റ്റാണ്, അവര് 3 പേരും ഓരോ ടേസ്റ്റാണ്. അപ്പം ഇയാൾക്ക് മെലയിൽ വിളമ്പി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അപ്പം സദ്യ എനിക്ക് അച്ചാറുണ്ട്, എനിക്ക് കൊതിയായി കേട്ടാ. അച്ചാറിങ്ങനെ കുറുകി 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 ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി ഉച്ചഭക്ഷണം കാണാം. ചോറ് ഉളമ്പൻ കേട്ടാ, നല്ല കൂശായിട്ടുണ്ട്. ചോറ്, സാമ്പാർ, പായസം നമ്മൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പായസം കൂടുതലുണ്ട്. രസം, മോര്, മസാലക്കറി, അവിയൽ, കാബേജ്, ഒരു കിച്ചടി ഒരു സാധനം, പിന്നെ ഒരു പൊരിയിൽ, പിന്നെ മോര് കറി, നാരങ്ങച്ചാർ, പുളിഞ്ചി, പപ്പടം, ഉപ്പേരി, ശർക്കരട്ടി, പഴം, വിളമ്പാനുള്ള ഗ്ലാസ്. സദ്യ റെഡി. ഈ 4ാമത്തെ ബർത്ത്ഡേക്ക് നിനക്ക് എന്താണ് പറയാനുള്ളത് കാശിനെ കുറിച്ച്? കാശിക്കുട്ടാ, അത് 2 ഗ്യാസും കുറ്റി, ഇതൊരു തീപ്പെട്ടി. അതാളി പൊട്ടിത്തെറിപ്പിക്കാൻ ഇവരൊറ്റെടുത്താൽ മതി, പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് 2 ഗ്യാസും കുറ്റികളും ഒരു നല്ല തീപ്പരിയും. അങ്ങനെയാണ്. കുഞ്ഞാവേ കുഞ്ഞാവ് കളർ വെച്ച് എന്തെങ്കിലുള്ളത് വായിക്കുന്ന ഉള്ളല്ലേ. ഓഫാക്കി പാത്രത്തിലൊക്കെ ഇരിക്കണ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ അതൊന്നും വലിയ പ്രത്യേകില്ല. കാശിയുടെ പോലല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കറികള്. കഴിഞ്ഞോട്ടം അവർക്ക് എന്തോ പറ്റിയതുണ്ടോ? ഇത് എവിടെ നിന്നപ്പോ? ഇത് രക്ഷയില്ല കറി, എല്ലാ കറി ഇടൂലുണ്ട്. ഞങ്ങളിപ്പോൾ ദേ ഏലൊക്കെ വിളമ്പി പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മക്കളെ പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി സദ്യയായിരുന്നു. പിന്നെ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. പച്ചടി, കിച്ചടി, അവിയൽ, ക്യാബേജ്,
എല്ലാ തരം കറികളും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെയെന്ന്. കുഞ്ഞാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരാണ് ജോലി. അവന് കുറേ കാലങ്ങളായി അവൻ സദ്യ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൊതി അവനുണ്ടായിരുന്നു. എല്ലാ കറിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം എന്താ പറയുക, ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേ നമ്മുടെ നാട്ടിലത്തെ ഫുഡിനോട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിള്ളേരെല്ലാവരും എന്ത് ചെയ്ത് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങി. ഇവരിൽ പ്രതീക്ഷ നമുക്ക് കാശീനെ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പിറന്നാളുകാരനെ. ബാക്കിയുള്ളവരൊക്കെ കഴിക്കുമെന്നൊന്നും അറിയില്ല. ഇൻക്ലൂഡ് പാറും അടക്കം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതിൽ ഇച്ചിരിയും കൂടെ നല്ല വൃത്തിക്ക് കഴിക്കുന്നത് നമ്മുടെ കാശിക്കുട്ടനാണ്. അവൻ ദേ ഇഞ്ചപ്പുളി തൊട്ട് വെക്കാണ് കേട്ടോ. അല്ലൂസും മൈനൂസും ചില സമയത്ത് കഴിക്കും. അവർ പായസമൊക്കെ ഇങ്ങനെ കുടിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേ നമ്മൾ കേത്ത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. കാരണം ഇലയൊക്കെ ചിലപ്പോൾ എയറിൽ പറത്താനുള്ള ചാൻസ് കൂടുതലാണ്, തല്ലുണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ദേ ചോറൊക്കെ വിളമ്പി സാമ്പാറൊക്കെ ഒഴിച്ച് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ. എങ്ങനെയാ ഗംഭീരം. ഒന്നും പറയാനില്ല. കിഴി 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 ഏട്ടാ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് പറയുന്നുണ്ടെങ്കിൽ അയ്യോ എന്താ ഇത്? വലിയ പ്ലീസ് ഒരു പ്രാവശ്യം ഒന്ന് വാരിക്കോട്ടെ. വലിയ പ്ലീസ്, വലിയ ഒരു പ്രാവശ്യം എന്തെന്ന് വേണമെങ്കിൽ ബേബി കിട്ടിയെന്ന് പറഞ്ഞോ റീവന്നെ. അവനിട്ട് കൊടുക്കാനും കൂടാതെ പപ്പടം എടുക്കണ ഗൈസ്, എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം ഞാനും ഇപ്പം സമയം 5 മണിയായി. സമയം ഉറക്കത്തിന് എണീറ്റിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഇന്ന് വെളുപ്പിന് എണീറ്റല്ലോ. പിന്നെ പിള്ളേർ നല്ല ഉറക്കമാണ്. വല്ലപ്പോഴും നമുക്കിങ്ങനെ ഒരു അവസരം വീണ് കിട്ടുള്ളൂ. ആ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതായത് കുറേ നേരം കിടന്ന് ഉറങ്ങാൻ പറ്റാറില്ല ചില സമയത്ത്. അപ്പോൾ കിടന്ന് എണീറ്റു. കാശിക്കൂടന് ഉറക്കാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് അച്ഛനമ്മയും വരുന്നുണ്ട്. ലീനമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലീനമ്മയ്ക്ക് ഇച്ചിരി ബിസി ആയിരിക്കും ആൾ. പിന്നെന്താ, നമ്മുടെ അയൽവക്കത്തുനിന്ന് പിള്ളേരെ വിളിക്കണം. നമ്മൾ കേക്ക് കട്ടിങ്ങും കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഒന്ന് അവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ ചായ വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാനാട്ടെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതേ നമ്മൾ ബലൂണൊക്കെ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എപ്പോഴും ബലൂണൊക്കെ സെറ്റാക്കി തരുന്ന ആളാണ് ഞങ്ങളുടെ കുഞ്ഞാവേ 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 കുഞ്ഞുവാവേ കുഞ്ഞാവേ കുഞ്ഞാവേ കുഞ്ഞാവേ. എന്താണ് നിനക്ക് ഇത്ര നാണം? പോയി പൗഡർ ഇട്ടിട്ട് വാ. അതെ. അപ്പൊ ഗൈസ്, നമ്മുടെ മുത്തും കുഞ്ഞാവിന് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഡെക്കറേഷൻ പരിപാടിനും ഇങ്ങനത്തെ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പാറുട്ടന്റെ ബർത്ത്ഡേക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു അവരില്ലാണ്ട്. ആരും ഉണ്ടായിരുന്നില്ല, അതാണ് രസം. ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് വെറൈറ്റി ബലൂണാണ് മേടിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇതുവരെ മേടിക്കാത്തൊരു കളർ പച്ച. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് വീർപ്പിക്കുന്നു, സെറ്റ് ആക്കുന്നു. പാറ ഓക്കെ അല്ലേ? പാറക്ക് ഉറക്കം കഴിഞ്ഞു ഓക്കെ അല്ലേ? ഡൺ.
അപ്പോൾ അതേ ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ കൈ കിടത്തേണ്ടി വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഇരിക്കേണ്ടി വന്നു. നമ്മൾ ഇരുന്നപ്പോൾ തന്നെ ഓൾറെഡി അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല. അതായത് അമ്മയും അച്ഛനും അങ്ങനെയൊക്കെ ഉള്ളൂ. വേറെ അങ്ങനെ എക്സ്ട്രാ നമ്മളങ്ങനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ നമ്മുടെ നാത്തൂനെ തിരക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എനിക്കറിയാം. നാത്തൂൻ എന്തായാലും ചോദിക്കുന്നറിയാം. അപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്, ആൾക്ക് വരാൻ പറ്റില്ല. കാരണം മലയ്ക്ക് പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പം വീട്ടിൽ അമ്മയില്ല. സോ അവിടെ ഇച്ചിരി പ്രായമായിട്ടുള്ള അച്ഛമ്മയാണുള്ളത് കേട്ടോ. അപ്പോൾ അച്ഛമ്മേനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ആൾക്ക് വരാൻ പറ്റില്ല. എന്താ പറയുക, രാത്രി ഫങ്ഷൻ ആയതുകൊണ്ട് വയസ്സായതാണ്, വയ്യാണ്ടിരിക്കണായതുകൊണ്ട് നാത്തൂന് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാത്തൂൻ വരാത്തത്. ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് കാണുമെന്നറിയാം. കാരണം ഓഫ് കോഴ്സ് ആൾ നമ്മുടെ ഫാമിലിയിൽ ഒരാളാണല്ലോ. അതായത് നമ്മുടെ അച്ഛനും അമ്മയും ചാന്തും എന്തായാലും ഉണ്ടാവേണ്ടതാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് വരാഞ്ഞത്. സോ പിന്നെ നമുക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്. ചേച്ചിയുടെ പ്ലേസ് അസ്മാബി കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ആളുടെ വീട് വന്നിട്ട്. ഫുദ എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ കേക്ക് കൊണ്ടുവരുന്ന വഴി ചേച്ചി വന്ന വണ്ടി ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് കേക്കിനൊന്നും പറ്റിയില്ല. ചേച്ചിക്ക് ഓഫ് കോഴ്സ് ചേച്ചിക്കായിരിക്കുമല്ലോ ടെൻഷൻ. ചേച്ചിക്ക് പറ്റില്ല, കേക്കിനൊന്നും പറ്റില്ല എന്നുള്ള ടെൻഷനായിരിക്കുമല്ലോ. ബട്ട് കേക്കിനും പറ്റിയിട്ടില്ല, ആൾക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ആൾ വന്ന് കേക്കൊക്കെ കൊണ്ടു തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ CGM ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഓഫീസിൽ നിന്ന് നേരെ വന്നു. പിന്നെ എപ്പോഴത്തേയും പോലെ നമ്മുടെ കയ്യിൽ കുറേ കിറ്റുകളുണ്ട്. ഫ്രൂട്ട്സും അതും ഇതും സാധനങ്ങളായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കീത്തുമാണ് അറേഞ്ച്മെൻറ്റിന് നിൽക്കുന്നത്. അവിടെ നമ്മൾ എന്താ പറയുക, ബലൂൺസ് ആയ 2 ജനാലമേലും ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അത് വീർപ്പിച്ച് അത്യാവശ്യം താഴ്ത്തിക്കിട്ടു. പിന്നെ നമ്മുടെ പാറുവിൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നുകൊണ്ട് ബലൂൺസൊക്കെ അവർ കളക്ട് ചെയ്തിരും. അങ്ങനെ നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ പാറുക്കുട്ടി അമ്മാമ്മേരെ തോളിൽ കയറിയിട്ടുണ്ട്. അമ്മാമ്മമാർക്ക് എപ്പോഴും എന്താ പറയുക, പേരക്കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാവന്മാർക്ക് പേരക്കുട്ടികൾ കഴിഞ്ഞിട്ടേ നമ്മളുണ്ടാവുള്ളൂ. അങ്ങനെ ഫീൽ ചെയ്ത് എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനായാലും കീത്തുമായാലും ഇപ്പം ഞങ്ങളുടെ അമ്മമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതി അതാ. അമ്മയ്ക്കിപ്പോൾ ഞങ്ങളെ വേണ്ട അല്ലേ, അവരെ മതിയല്ലേ. കീത്തും പരാതി പറയും, ഞാനും പരാതി പറയും. കാരണം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരില്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ, വണ്ടി ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞായിരുന്നു. അപ്പോൾ ആ വണ്ടി എന്താ പറയുക, വലിച്ച് കയറ്റണമായിരുന്നു. ഒരു തോട്ടിക്കാണ് ചെരിഞ്ഞത് വണ്ടി. ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല, വണ്ടി കയറ്റാനായിട്ട് അവർ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് ഫുള്ള് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും അച്ഛൻ വന്നു കേട്ടോ. അപ്പോൾ ആദ്യം അമ്മയാണ് എത്തിയത്, അത് കഴിഞ്ഞിട്ട് അച്ഛനെത്തി. അച്ഛൻ എന്തായാലും ലേറ്റ് ആവും, കാരണം അച്ഛൻ്റെ കൃഷിക്കുട്ടന്മാർക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്തിട്ടൊക്കെ വേണമല്ലോ അച്ഛന് വരാൻ വേണ്ടിയിട്ട്. അച്ഛൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അച്ഛനെ ട്രോൾ ചെയ്തത് കർഷകൻ വരുന്നു, കർഷകശ്രീ അവാർഡ് കൊടുക്കേണ്ട ആൾ വരുന്നു എന്നൊക്കെ. ഏട്ടൻ അപ്പോൾ തന്നെ ഫുഡും കൊണ്ടുവന്നു. നമ്മൾ രാത്രിക്കത്തെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത്, ഉച്ചക്കത്തെയും പുറത്തുനിന്നാണ് പറഞ്ഞത്, രാത്രിയത്തെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞത്. കറികൾ എന്തായിരുന്നു, കറികൾ നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഇവിടെ കിട്ടും ഇതിലുള്ളൂ നീണ്ടാ എൻ്റെ കൈ തന്നെ കേട്ടോ. അതെടുത്തു ഞാൻ. കർഷകശ്രീ കണ്ണമൂത്തേരി എത്തിയിരിക്കുന്നു. അതെ, ഞങ്ങൾ അതെ ഏട്ടനൊക്കെ വന്നപ്പോഴത്തേനും ഏട്ടൻ ഞങ്ങൾ ഡെക്കറേഷനിലേക്ക് പറഞ്ഞു വിട്ടു. എന്തെങ്കിലുമൊക്കെ വേഗം ചെയ്തോളാം പറഞ്ഞു. കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ മാത്രമല്ലല്ലോ, അപ്പുറത്തെ അയൽവക്കത്തെ കുഞ്ഞു പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞയക്കണ്ടേ. കാരണം നമുക്കേ ഉറക്കില്ല, പക്ഷെ അതുപോലെ ഇരിക്കില്ലല്ലോ അവർക്ക് ഉറക്കുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതേ സ്പൈഡർമാൻ്റെ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുള്ള ഇങ്ങനൊരു സാധനമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ കാശിക്കും അല്ലൂനും ഐനൂസിനൊന്നും സ്പൈഡർമാൻ എന്നറിയേണ്ട ഒരു ബുദ്ധിയൊന്നും ആയിട്ടില്ല. അങ്ങനെ അറിയേണ്ട പിള്ളേരുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ പിള്ളേർക്ക് അതിനെ പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ല. സുന്ദരിയായിട്ട്
അവളെ എത്രാമത്തെ പേരെന്ന് പറയാ ഏർപ്പിക്കുന്നത്? അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പിള്ളേഴ്സും എത്തിക്കഴിഞ്ഞു. കാശിക്കുട്ടന് കുഞ്ഞോളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെ കണ്ടപ്പോൾ തന്നെ ഒരു നാണം കുടുങ്ങി ചിരിയൊക്കെയാണ്. കാശി വളരെ റയറായിട്ട് ആരൊക്കെയെങ്കിലൊക്കെ പോവുള്ളൂ. ആ പോണയിൽ ഒരാൾ കുഞ്ഞോളാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യേണ്ട സംഭവത്തിലാണ്. അപ്പോഴത്തേനും ഞാനും പാറും കൂടെ ഒരുങ്ങിയിട്ട് വരാം. അടി ബാ. ഞാൻ പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ഫ്രോക്ക് പോലെയാണ്, പക്ഷെ അതിന് ഇത്തിരി ഷോർട്ടായി. പിന്നെ ഒരു സാരി ഫുള്ളുണ്ട് അതുമ്മൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗർഭിണീനെ കൂട്ടിയിരിക്കുന്നത് ഗൈസ്. അതായത് കഥകളിക്ക് ഫിറ്റ് ചെയ്ത് വെച്ച പോലെയിട്ട് അത് മേലേന്ന് തന്നെ കുറേ ഞുറികളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കീത്തിനെടുത്ത ഒരു ഡ്രസ്സും കാണിക്കുകയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് സെറ്റാക്കാൻ പോവാണ്. ഒരു കേക്ക് നമ്മളെല്ലാവരും കൂടെ കട്ട് ചെയ്യും, ഒരു കേക്ക് ഞങ്ങൾ അവരെ കൊണ്ട് കട്ട് ചെയ്യിക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു കേക്ക് അവർക്ക് വേണ്ടി ഞങ്ങളുടെ സ്വന്തം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ ഡെക്കറേഷൻ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. കാരണം വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഈ സാധനം ചെയ്തത്. അപ്പോൾ ആർക്കായാലും അഭിനന്ദനങ്ങൾ കിട്ടുന്നത് വളരെ സുഖമാണല്ലോ, കേൾക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാനിവിടെ മേക്കപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പാരട്ടൻ ഹെയർ ബാൻഡൊക്കെ വെച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലോ. ബർത്ത്ഡേ ബോയ് ഹായ്. കേക്ക് കട്ട് ചെയ്യാം. ജിംഗിൾ ബാം ജിംഗിൾ ബാം ജിംഗിൾ ജിംഗിൾ ബാം. ഇതൊന്നും മനസ്സിലായി? ഇതൊന്നും മനസ്സിലായി? ഇതാ ഇത് പഴം കൊരങ്ങന്റെ കയ്യിലുള്ള അച്ഛൻ്റെ കേക്കിന് വേണ്ടി കാവൽ നിൽക്കുകയാണ് കേട്ടോ. കേക്ക് അവിടെ കൊണ്ടുവച്ചത് പിള്ളേരൊക്കെ റാഞ്ചാൻ നോക്കി തുടങ്ങി. അച്ഛൻ പിന്നെ ഫുള്ള് പൊത്തിരിക്കുകയാണ്. കാരണം കേക്ക് കട്ട് ചെയ്യുന്ന സമയം വരെയെങ്കിലും ജസ്റ്റ് ഒരു ഫോട്ടോയെങ്കിലും എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാ. പിന്നെ പിള്ളേരിങ്ങനെ വെച്ചിരുത്തി ഒരു പിസ്ത കേക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന് ആ കേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ, അങ്ങനത്തെ ഒരു കേക്കുമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ പിസ്ത കേക്കും നമ്മുടെ ഡെക്കറേഷനും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കാശിക്കുട്ടൻ രണ്ടാമത്തെ പിറന്നാളുടെ കേക്ക് കട്ടിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഒരു കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത കേക്ക് കട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരൊരു മൂലയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്നു കേട്ടോ. ഇനി അവരായി അവരുടെ പാടായി. ഇനി ഓരോരുത്തരായിട്ട് ഓടി വരുന്നത് കാണാം. കാശിയായിരിക്കും എന്തായാലും ഫസ്റ്റ് വരാൻ പോണത് കേട്ടോ.
കൈ മാറ്റി പാറുന്നേ എടാ ഞാൻ എന്റെ അടിത്തട്ടിൽ നിന്നും എടുത്തു തരാം എന്നാ ചേച്ചിക്ക്. അല്ലൂനോട് കാശ് അല്ലൂനോടുത്തേ. അല്ലു എന്നടാ മതി. അതിനുള്ളില് പുറത്തെ ഫ്ലവർ ഫുള്ള് വറ്റിക്കായിട്ടുണ്ട്. ചേട്ടന് കൊടുക്ക്. ചേട്ടന് ഉണ്ണിക്ക് അപ്പം എന്തായാലും കേക്ക് ഉഴുതു മറിച്ചിട്ട് ഏകദേശം ഒരു വിധമായി. ഇതിൻ്റെ മേലയിൽ ഒഴിച്ചിരുന്ന എസൻസ് പോലത്തെ എല്ലാ സാധനങ്ങളും വരെ 3 പേരുടെ വയറ്റിലും ആയിട്ടുണ്ട്. ഇനി അധികം വെച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിതേ ആ കേക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റാണ് കേട്ടോ. കേക്കിൻ്റെ കോലം ദേ ഇതുപോലെയാണ്. ഈ കുഴിച്ചിരിക്കുന്ന ആൾ കാശിയായിരിക്കും. കാശിക്കാണ് അതിനുള്ള പ്രത്യേക ടാലൻ്റ് ഉള്ളത് കേട്ടോ. അവർ ഇച്ചിരി കഴിക്കുള്ളായിരിക്കും. ദേ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് സമാസമമായി ഭാഗിച്ച് നമ്മൾ ദേ അവരെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞോളെയും അയൽവക്കത്തെ വീടുകളിലേക്കും ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്തായിരുന്നു. പിസ്ത കേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിസ്ത ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴേക്ക് കുഞ്ഞാവയ്ക്ക് എല്ലാം ഭയങ്കര സൂപ്പറായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്നറിയില്ല, നമ്മുടെ ഐന്യൂസ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി പിള്ളേർക്ക്. അവർക്ക് ഒറ്റയ്ക്ക് മുറിക്കാനും ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നല്ല രീതിയിൽ കാണാം. പിന്നെ അതേ ഈ കേക്കിൻ്റെ മുകളിലുള്ള സിങ്കക്കുട്ടിയും കുരങ്ങനെയൊക്കെ തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ. പക്ഷെ പിള്ളേരാരും ഇത് എടുത്തില്ല എന്നാണ് തോന്നണേ. ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ. താങ്ക് യു പ്രകാശി. താങ്ക് യു പറഞ്ഞേ. കാശിമോൻ എന്തെങ്ങനെ അവരെ വണ്ടിയിട്ട് നിൽക്കണിങ്ങനെ പേടിക്കുക. എന്നാ വല്ലൂര് കൊടുത്തത്. അച്ചാച്ചാ മേമയ്ക്കും കൊടുത്തേ. കാശി മേമയ്ക്കും കൊടുത്തേ. കുഞ്ഞോളെ ചിത്തു ചേട്ടനും കൊടുത്തേ. ചേച്ചി കൊടുക്കാം. ഓക്കെ എന്താ പറു ആ പെട്ടി നിറങ്ങുള്ള ഗിഫ്റ്റുകളല്ലേ? അമ്മ സെറ്റാക്കി തരാ. അത് അമ്മ സെറ്റാക്കി തരാ. ആ ഗിഫ്റ്റ് ഇതാ. കീത്തു നിന്റെ ഗിഫ്റ്റിനെ ഒരു കവർ എടുത്തിട്ട് പാറുന്നോട്
ഇപ്പൊ തരട്ടെ മാറ്റിട്ട്. അമ്മ മോൻ എന്നിട്ട് വേണ്ടത് ഗിഫ്റ്റാ ആർക്കണ്? കാശിക്ക് കൊടുത്തത്. ഒരു കൈ കൂടെ കൊടുത്തേ. ആക്ച്വലി കുഞ്ഞോട് അറിയില്ല. അവിടെ ഉണ്ടാവും ആ കൊട്ടയിലോ ശരി. ബാഗ് കാണിച്ചു. ഇത് കുഞ്ഞോളുടെ ചിത്തത്തിന്റെ മേമയുടെ വക വലുത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആയിരിക്കും. ഇച്ചിരി ലൂസായിരിക്കും, പക്ഷെ നമ്മളിപ്പോ വൈകിട്ടേക്കുള്ള ഫ്രൈഡ് റൈസ് കളർഫുൾ ആണല്ലോ. ഫ്രൈഡ് റൈസ് വൈകിട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വൈകിട്ടുള്ള പരിപാടി. ഒരു കുപ്പി സ്പ്രൈറ്റും കൂടെ മേടിക്കായിരുന്നു. ആവശ്യമില്ല, സ്പ്രൈറ്റ് കൊള്ളാത്തേ എല്ലാം കൊള്ളാത്തേ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് കണ്ടല്ലോ നിങ്ങൾ. ഫ്രൈഡ് റൈസും പിന്നെ ഒരു ബോക്സിൽ സാലഡ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫും ചില്ലി ബീഫും അതേപോലെ തന്നെ ചില്ലി ചിക്കനും ഇതായിരുന്നു കറി ഉണ്ടായിരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, എന്താ പറയുക, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. നമുക്കിങ്ങനെ അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവർ നമ്മൾ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു 10 ആൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഒരു 12 ആൾക്ക് വയ്ക്കും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അത്രയും പരിചയമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളതേ പിള്ളേർക്ക് ആദ്യം ഫുഡ് കൊടുക്കാനിരുന്നു. ഉച്ചയ്ക്ക് നമ്മുടെ പിള്ളേർ സെറ്റ് ആരും ഉണ്ടായിരുന്നില്ല, അവരൊക്കെ സ്കൂളിൽ പോയിരിക്കായിരുന്നല്ലോ. ഇപ്പോൾ ദേ വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാ പിള്ളേർ പടകളെയും വിളിച്ചു. പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പിള്ളേർക്ക് ഈ സോസും കൂട്ടി കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർക്ക് കറി ഉള്ളതിനേക്കാളും എല്ലാവരും സോസാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവർക്കും നമ്മൾ സോസ് ഇച്ചിരിച്ചൊക്കെ കൊടുത്തു. വല്ലപ്പോഴല്ലേ നമ്മളിങ്ങനെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ദേ നമ്മൾ അവർക്കും സോസും കൊടുത്തു, കറികളൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ മക്കൾ അല്ലൂസിനും ഐനൂസിനും കാശിക്കുട്ടനും അവരൊറ്റയ്ക്ക് തിന്നേണ്ട തന്ത്രപ്പാടിലാണ് കേട്ടോ. അത് വെറുതെ ഒരു ഷോയാണ്. ഒറ്റയ്ക്കൊന്നും അവർ കഴിക്കത്തൊന്നുമില്ല. ഒറ്റയ്ക്ക് കൊടുത്ത് ശീലിപ്പിക്കാൻ എല്ലാവരും പറയുമെങ്കിലും പക്ഷെ നമുക്കത് അങ്ങോട്ട് പ്രാക്ടിക്കൽ ആവില്ല. കാരണം അവരത് കഴിക്കില്ല. അവരിങ്ങനെ ഫുള്ള് വലിച്ചു വാരിയിടുള്ളൂ. അവരുടെ ആ മൂഡ് അതിൽ പോകും. പിന്നെ നമ്മളായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കാനും കൂട്ടാക്കത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്രയും നാൾ കണ്ടുവരുന്നൊരു ശീലം. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടന് 2 വയസ്സായിട്ടോ. ചേട്ടന്മാർക്ക് 2.5 വയസ്സാവുന്നു. അവന് ദേ 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കാശിക്കുട്ടൻ്റെ നമ്മുടെ പിള്ളേർക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും 3ാമത്തെ പിറന്നാളിൻ്റെ വ്ളോഗ് ഇപ്പോൾ വരും. നിങ്ങൾ നോക്കിക്കോട്ടോ. ഇന്നലെയാണ് 2ാമത്തെ പിറന്നാളിൻ്റെത് കഴിഞ്ഞുള്ളതൊന്നും നിങ്ങൾ ആലോചിക്കും. സമയം അത്രയ്ക്കും പെട്ടെന്ന് പോവുകയാണ് ഗൈസ്. ഒന്നാലോചിക്കുമ്പോൾ അത് വിഷമമുണ്ട്. ഈശ്വര ആ സമയം മാറി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കേട്ടോ. കാരണം പോയതൊന്നും നമുക്ക് തിരിച്ച് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ദേ അച്ഛനും
എൻ്റെ അച്ഛനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാര്യമായി എന്തോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ. എന്താണെന്നൊന്നും അറിയില്ല. അവർ പറയുന്നുണ്ടായിരുന്നു ചേച്ചിനെ ട്രോളിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിള്ളേർ സെറ്റിനൊക്കെ നമ്മൾ പറഞ്ഞയച്ചു. കേക്കൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവരൊക്കെ ഇരിക്കുകയാണ്. ഇവരൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പുറത്ത് പിള്ളേരെ നോക്കി ഞങ്ങളിരുന്നു. കാരണം ഞങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കണം എന്നുണ്ടായിരുന്നു. അവരുടെയും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞങ്ങളിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, ഫുഡ് നല്ല ഫുഡായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസ് ആയാലും നല്ലൊരു അധികം അജിനമോട്ടൊന്നും ചേർക്കാത്ത, അത് നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അത് ചേർത്തതും അത് ചേർക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഫ്രൈഡ് റൈസ് നമ്മൾ പറയാറുണ്ട്, ഓരോ ഷോപ്പിലെ ഫ്രൈഡ് റൈസും പല തരമായിരിക്കും. അപ്പോൾ അതിൽ അജിനമോട്ടോയുടെ ഒരു കണ്ടൻറ്റ് കൂടുതലുള്ളതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇത് അങ്ങനത്തെ ഒന്നുമില്ല, നല്ലതായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ അമ്മയച്ഛനൊക്കെ പോവാൻ നിൽക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ആ വണ്ടിയുടെ മണ്ടയ്ക്കൽ കയറി നിൽക്കുന്നത് ഇപ്പോൾ സ്വഭാവമായി മാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വണ്ടിമേലും കയറി. ഇപ്പം അച്ഛൻ മാത്രമല്ല, നമ്മളെ വീട്ടിൽ വേറെ ആരും വന്നിട്ടുണ്ടെങ്കിൽ അവരെ മണ്ടയിൽ കയറും. പിന്നെ നിങ്ങൾ ലീനമാമനെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ലീനമാമയ്ക്ക് ലീവ് കിട്ടിയില്ല കേട്ടോ. ലീനമാമയുടെ ഷോപ്പിൽ നിന്ന് ഡോക്ടർ ഇരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും. അമ്മ രാത്രി ലേറ്റ് ആയിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുക. സോ അതുകൊണ്ട് നമ്മുടെ ലീനമ്മയും ഉണ്ടായിരുന്നില്ല, ചാന്തവും ഉണ്ടായിരുന്നില്ല. ഇവരെ രണ്ടുപേരും നമ്മൾ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ബർത്ത്ഡേ നമ്മൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പിറന്നാൾ നമ്മൾ നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചു. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് സദ്യ വീടിന്റെ ഉള്ളിലും പിന്നെ നാളും പിറന്നാൾ രാത്രിയും രാവിലെ ആഘോഷിക്കുന്നത് കുറേ കാലം ശേഷം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഘോഷിക്കാറ്. നമ്മളെല്ലാം ബർത്ത്ഡേ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരം മാത്രം ആഘോഷിച്ചു, അത് പുറത്തായിരിക്കും ഫുഡ് കഴിക്കാൻ പോവാ, അങ്ങനെ ആയിരിക്കും. പിന്നെ കേക്ക് കട്ടിങ് ഈ പറഞ്ഞ പോലെ വീട്ടിൽ കേക്ക് കട്ട് ചെയ്തത്. പക്ഷെ ഇത് ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു വരാൻ കേക്ക് കട്ട് ചെയ്ത് ഇവിടെ തന്നെ ഫുഡ് ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ പണ്ടിങ്ങനെ ആയിരുന്നു ഡെക്കറേഷനൊക്കെ. അപ്പം എന്താ പറയാ, നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിള്ളേരൊക്കെ നല്ല കളിയിലാണ്. എല്ലാരും പോയി വീട് കാലിയായി. അലങ്കാരപ്പണികളൊക്കെ ഹാപ്പി ബർത്ത്ഡേയുടെ സാധനമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഞാനായതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. പിള്ളേരൊന്നും ഊതിയപ്പെടുന്ന നടക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകം കമന്റ് ചെയ്യണം, ആരെ ഡെക്കറേറ്റ് ചെയ്ത് ആരെ ഡെക്കറേറ്റ് ചെയ്ത് വാശിപ്പുറത്ത് കയറി ചെയ്തതാ, പക്ഷെ സക്സസ് ആയി. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ കാശിക്കുട്ടന് ബർത്ത്ഡേ വിഷസ് നേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അമ്മ എന്തിനിങ്ങനെ ഓവർ എക്സ്പ്രഷൻ ഞാൻ കാണിക്കില്ല. രണ്ട് നാക്കഡ് ബോഡീസ് വരുന്നുണ്ട് ഗായ്സ്. എന്റെ മോനോട് തുടച്ചുകൊണ്ടിരിക്കുകയാണ്, കാണിക്കാൻ പറ്റില്ല, സ്നഗ്ഗി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ പിറന്നാൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.